ഹായ് വെൽക്കം ബാക്ക്. ഇന്നൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇതൊരു കട്ട്ലേറ്റാണ്. കട്ട്ലേറ്റ് നമ്മൾ നോർമലായിട്ട് ഉണ്ടാക്കുക, സ്പൈസി ആയിട്ടല്ലേ ഉണ്ടാക്കുക. പക്ഷേ ഇത് സ്പൈസി അല്ല, ഇതൊരു സ്വീറ്റ് കട്ട്ലേറ്റാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലുള്ള പഴുത്തിട്ട് നമുക്ക് വേണ്ടാണ്ടിടുന്ന പഴം ഉണ്ടാവില്ലേ, നേന്ത്രപ്പഴം, അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി ആരും പഴമൊന്നും വേസ്റ്റ് ചെയ്യണ്ട. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 നേന്ത്രപ്പഴം, നല്ല പഴുപ്പുള്ള നേന്ത്രപ്പഴമാണ്, അത് ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ആവിയിൽ പുഴുങ്ങിയെടുത്തിയാൽ ഇനി ഇത് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. ഫോർക്ക് വെച്ചിട്ട് അങ്ങനെയാലും കുഴപ്പമില്ല, കൈ വെച്ചിട്ടാകുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞു കിട്ടും. അപ്പോൾ ഇതിങ്ങനെ ഉടച്ചു കൊടുക്കുക. ഒന്ന് ചൂടാറിയതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുത്താൽ മതിയേ. ഞാനിപ്പോൾ 2 എടുത്തിട്ടുള്ളൂ. അത് ക്വാണ്ടിറ്റി അനുസരിച്ച് അങ്ങനെ കൂട്ടിയും കുറച്ച് കൊടുക്കുക. നല്ല പഴുത്തിട്ടുള്ള പഴമെങ്കിൽ നല്ല സോഫ്റ്റ് ഉണ്ടാവേ. അപ്പോൾ ഇതെങ്ങനെ ഉടച്ചു കൊടുക്കാം മൊത്തത്തിലൊന്ന്. ഇനി ഇതൊന്നും അങ്ങ് മാറ്റി വെക്കുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് സാധനം കൂടി ആഡ് ആക്കാനുണ്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പാത്രം വെച്ചിട്ട് കുറച്ച് ഗീയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഉണക്ക മുന്തിരി. എന്നിട്ട് ഇത് 1 കപ്പ് അളവിന് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പഴത്തിന് ഞാനിപ്പോൾ 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയേ. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ റോസ്റ്റായി കിട്ടും. ഇനിയിപ്പോൾ ഇത് അതിൻ്റെ അകത്തേക്ക് ഞാനിപ്പോൾ 2-3 അല്ലി ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. പൊടിച്ചത് വേണ്ടിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക. നോർമൽ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കുത്തിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് കുത്തി ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്നൊരു 2-3 മിനിറ്റ് ആയി കഴിയുമ്പോൾ ഒന്ന് ഇത് റോസ്റ്റായി വരും. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 2-3 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അധികം വേണ്ട, പഴത്തിലും നല്ല മധുരം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ബാലൻസിൽ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ 3 സ്പൂണ് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ആ പഞ്ചസാരനെ ഒന്ന് മെൽട്ടാക്കുന്നവരെ ഒന്ന് ആദ്യം റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ തേങ്ങയെല്ലാം നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഉടച്ച് വെച്ച പഴമില്ല, പഴത്തിലേക്ക് ഇതങ്ങ് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. മൊത്തത്തിലങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിലങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. എല്ലായിടത്തേക്കും എത്തുന്ന രൂപത്തിലൊന്ന് മിക്സാക്കി കൊടുത്താൽ മതി. സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ എങ്ങനെയാണെങ്കിലും ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇത് ഈ കട്ട്ലേറ്റിനെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനം വേണം. ബ്രെഡ് ക്രംസ് വേണേ. നോർമൽ കട്ട്ലേറ്റിനെല്ലാം വേണ്ട പോലെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസും, പിന്നെ മുട്ട എടുക്കുന്നുണ്ട്. മുട്ട ഉടച്ചിട്ട് അതും എടുക്കാം. ഞാനിപ്പോൾ കുറച്ച് മൈദപ്പൊടി കുറച്ച് വെള്ളത്തിലൊന്ന് ഉപ്പ് ഇട്ടൊന്ന് കലക്കിയെടുത്തതാണ്. മുട്ടയാണെങ്കിൽ അങ്ങനെ എടുക്കുക, എന്തായാലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് ഇത് ഓരോ ചെറിയ നമ്മൾ കട്ട്ലേറ്റിൻ്റെ ബോൾ പോലെ ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പ് എടുക്കുന്നത്. അതെല്ലാം ഓരോ ഇഷ്ടം പോലെ അങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇത് ഈ റൗണ്ട് ചെയ്ത് ഓരോ കട്ട്ലേറ്റ് എടുത്തിട്ട് മൈദയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിലൊന്ന് മുക്കി കൊടുക്കുന്നുണ്ട്. മൊത്തത്തിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. നോർമൽ കട്ട്ലേറ്റ് ആക്കുന്ന പോലെ തന്നെ എല്ലാം ഇതേപോലെ ഇങ്ങനെ ആക്കി മാറ്റി വെക്കുന്നുണ്ട്. മൊത്തത്തിൽ എല്ലാ സൈഡിലേക്കും ഈ ബ്രെഡ് ക്രംസ് ഒന്ന് എത്തിക്കണേ, എന്നാലും നല്ല ക്രിസ്പി ആവും. അപ്പോൾ അതേപോലെ ഇതെല്ലാം ഇങ്ങനെ ചെയ്തെടുക്കുക.
ഇനിയിപ്പോൾ നമ്മൾ കട്ട്ലേറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുക്കിംഗ് ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. കട്ട്ലേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നല്ല ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത്. നല്ല ഫ്ലെയിം ആദ്യം കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം എല്ലാം ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ചെയ്യുന്നത്. പെട്ടെന്നായി കിട്ടുക. 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. 2 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഭാഗം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് കോരി മാറ്റാം. ഇതേപോലെ എല്ലാ കട്ട്ലേറ്റും ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. എന്നാൽ കുറച്ച് വെച്ചാൽ നന്നായിട്ട് എണ്ണയും കുടിക്കുക. അപ്പോൾ കട്ട്ലേറ്റെല്ലാം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആദ്യം ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം കുറച്ച് കൊടുക്കുക. ആ ഒരു ഫ്ലെയിമിനെ ബാലൻസ് ചെയ്യണേ. എന്നാൽ അടിപൊളിയായിട്ട് കട്ട്ലേറ്റ് ഫ്രൈ ആയിട്ട് കിട്ടും. ഇപ്പം ഞാൻ എല്ലാം ഇതേപോലെ ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. കട്ട്ലേറ്റ് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 2 പഴം ഉപയോഗിച്ചിട്ട് 11 കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കട്ട്ലേറ്റിലെ പുറം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റുമാകുക. എന്നാൽ ചെറിയൊരു ക്രിസ്പി ഉണ്ടാവും. കാരണം തേങ്ങ നന്നായിട്ട് റോസ്റ്റ് ചെയ്തുകൊണ്ട് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണേ. നല്ല ടേസ്റ്റാണ്. സ്വീറ്റ്സ് എല്ലാം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, ബൈ.